ഹലോ ഹലോ. ഗായ്സ്. അപ്പോഴേ ഇന്ന് എന്തുവാ ഇവിടെ ഒരു സർപ്രൈസിന് കൊണ്ടുപോവുക. ഒരുപാട് നാളായിട്ട് വിചാരിക്കുക. അപ്പം ഇന്ന് അതിന് പറ്റിയത്. പിന്നെ ഇന്നലെ പറയുന്നതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്നത് അല്ലല്ല, പിന്നെ എന്തുവാ ഞാൻ വിചാരിച്ചു എന്നാ കൊണ്ടുപോയി. ഇപ്പഴാ സമയം കിട്ടിയത്. എവിടെയാണെന്നും ആ പറഞ്ഞിട്ടില്ല. എവിടെയാണെന്നും പറഞ്ഞിട്ടില്ല. ആ സത്യത്തിൽ സർപ്രൈസ് ഇന്ന് ആയിട്ട് കൊണ്ടുപോകാന്ന് ജനുവരി വിചാരിച്ചു. 1, ഉം 2025. അപ്പം അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരിക്കുക. പിന്നെന്തുവാ, പിന്നെ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സ്വാഗതം. ഉറക്കപ്പച്ചി കണക്ക് ഇരിക്കുന്നില്ല ഞാനോ? ഞാൻ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ ബൈ. ഇപ്പൊ എവിടെ എത്താറായെന്നറിയോ? വെളിയം നമ്മൾ വെളിയം വഴിയാണ് പോകുന്നത്. പമ്പിൽ എണ്ണ അടിക്കാൻ വന്നു. ഏത് പമ്പാണ്? ഇത് വെളിയം കഴിഞ്ഞ അടുത്ത ഒരു എന്തുവാ, രണ്ട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞിട്ടുള്ള പമ്പാണ്. 2 ബസ് സ്റ്റോപ്പ്. ഹലോ. ഞങ്ങളെ ഒരു കടയിൽ കയറി ജ്യൂസ് കുടിക്കാൻ വന്നേ. ഞാൻ നമ്മള് പാലിയാച്ചിന് പോയപ്പോ ജ്യൂസ് കുടിച്ചോന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ കടയിൽ കയറി നമ്മൾ വീണ്ടും ജ്യൂസ് കുടിക്കും. പക്ഷെ കാരണം എനിക്ക് ആ കടയില് ഓറഞ്ച് ജ്യൂസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നാ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയത്തില്ല. അടിപൊളി ജ്യൂസ് ആയിരുന്നു ഞാൻ ചെറുതായിരുന്നു ടേസ്റ്റ് ചെയ്തു. സന്ധ്യയുടെ വലിയാരത്തി മറ്റേന്ത് ഓറഞ്ച് സോഡ ഓർഡർ ചെയ്ത് ഫസ്റ്റ് ടൈം. ഞാൻ കേട്ടിട്ട് കൂടിയില്ലായിരുന്നു. സന്ധ്യാനും കുടിച്ചിട്ടില്ലല്ലോ. ഫസ്റ്റ് ടൈം ആയിരുന്നു. ഞാൻ ഇത് കുടിച്ചപ്പോ ഊട്ടക്ക് ടേസ്റ്റ്. ഞാൻ പക്ഷെ സുബിജാൻ ഇനി അപ്പൊ അതിലും കൊള്ളായിരിക്കും. ഞാൻ സന്ധ്യാന്റെ ഇച്ചിരി എടുത്ത് നോക്കിയപ്പോഴത്തേക്കും കൊള്ളത്തേയില്ല. കൊള്ളാം, പക്ഷെ ചിലർക്ക് അത് പിടിക്കും. എനിക്ക് അത്ര അങ്ങോട്ട് പിടിക്കും. എന്നിട്ട് ഒരു ജ്യൂസ് ഞാൻ കുടിച്ചപ്പോ രാശിച്ചത് നിന്നെ കുടിക്കുന്നോ ഒന്ന് കുടിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ സന്ധ്യാട്ടം കുടിച്ചു. സന്ധ്യാട്ടം കുടിച്ചപ്പോൾ സന്ധ്യാട്ടനെ ഇഷ്ടപ്പെട്ടു. നല്ല ജ്യൂസ് ആയിരുന്നു. ഇപ്പോഴും അത് തന്നെ ഓർഡർ ചെയ്യണം. ഞാൻ സോഡ നാരങ്ങ. സന്ധ്യാട്ടൻ വണ്ടിയിൽ കയറിയപ്പോ ചോദിക്കുന്നത് വെള്ളം വേണോ കഴിക്കാൻ വേണോ അതെന്ന് പറയാ വെള്ളം കീതരുത്. അതുകൊണ്ടാണ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ ആഴ്ചയിലും മാസത്തിലൊക്കെ തകർത്ത് 2-3 വട്ടം വരും. അതിനെ കൊണ്ട് വെള്ളം വേണോ ഞാൻ എവിടെ പോയാലും ആഹാരം വെള്ളം ചോദിക്കാം. അപ്പൊ ഞാൻ ചോദിച്ചോണ്ടപ്പോ ഞാൻ പറഞ്ഞ ഈ കടയിൽ നിർത്തുന്നില്ലെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു വേണ്ട നിർത്തണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് ഞാൻ ഈ കടയിൽ പോയി ഓറഞ്ച് ജ്യൂസ് അത് പറഞ്ഞ് നിർത്താൻ അങ്ങനെ ഇവിടെ വന്നു. അങ്ങനെ വാങ്ങിച്ചു ഇതാക്കുന്നത്. ഞാൻ അല്ലെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും ഫുഡ് വെള്ളം മെയിൻ ആയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ തെറ്റും. അല്ലെങ്കിൽ എവിടെ ഇങ്ങനെ തലയിറങ്ങി വീണല്ല ചരിത്രമുണ്ട്. ചരിത്രമുണ്ട്. എന്നെ കൊണ്ടാ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകണത്. എവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത്. അത് ഇനി നിങ്ങളെ കൂട്ടത്തിൽ ആയി വന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കുക മാക്സിമം. എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എനിക്ക് ഫസ്റ്റ് സുന്ദരൻ ഒരു സർപ്രൈസ് എടുത്ത് കൊണ്ടുവന്നത്. ശരിക്കും ഒന്നും കൊണ്ടുപോകാനൊന്നും പ്ലാൻ ഇല്ലായിരുന്നു. 10 മണിയാകുമ്പോൾ ഒരിടത്ത് കൊണ്ടുവന്ന് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കൊണ്ടുവന്നപ്പോ ലുലു മാളിലായിരിക്കും. കാര്യം ഞാൻ അവിടെ കൊണ്ടുവന്ന് കുറെ നാളോട് പറയുന്നത്. ആ സുന്ദരന്റെ നാരങ്ങ വെള്ളം വന്നു, എന്റെ ഓറഞ്ച് ജ്യൂസ് വന്നു. അപ്പൊ അവിടെ ആയിരിക്കും വിചാരിച്ചു. പക്ഷെ അവിടുന്ന് വണ്ടി ബൈക്കിലോട്ടല്ല ഉമ്മന്നൂരിടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി വെളിയം വഴി എവിടെ മേബി കൊല്ലം ബീച്ചിലായിരിക്കും. ആണോ? അറിയത്തില്ല. ഓക്കെ, ഞാൻ പറയുന്നത് കൊല്ലം ബീച്ച് ആയിരിക്കും. ഒരു 100% കൊല്ലം ബീച്ച് ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചേട്ടൻ അവളെ കൊണ്ടുപോകുന്നത്. കൊല്ലത്ത് വേറെ നമ്മൾ അങ്ങനെ പോയിട്ടില്ല. കൊല്ലം ബീച്ച് ആയിരിക്കാം. നമുക്ക് വീഡിയോ എടുക്കാം. ജ്യൂസ് കിട്ടിയപ്പോഴേ നാരങ്ങളും കിട്ടിയപ്പോ ദിവസത്തിന്റെ കാര്യം വേണ്ടത്. ഓക്കെ, ഈ സൗണ്ട് ഉണ്ടാക്കി കടയിൽ പോയി കഴിഞ്ഞു. ഓക്കെ, എന്റെ പൊന്നോ, ഗൂഗിൾ പേയില് മറ്റേ ബാലൻസ് ഇല്ലാത്ത ഫോണില് ഒരു ഫോണിലെ ഉള്ളായിരുന്നു ഗൂഗിൾ പേ. ഇത് നെറ്റ് എന്റെ പൊന്നോ, ഞാൻ വിചാരിച്ച പണി പണിയുന്നത് 75 രൂപയ്ക്ക് ഇവിടെ കിഡ്നി പണയം വെക്കേണ്ട അവസ്ഥ വന്നാണ് ഇപ്പൊ. ഗൂഗിൾ പേയിലായിരുന്നു. കയ്യിരുന്ന കാശ് കൊടുത്തിട്ട് ഗൂഗിൾ പേയിൽ പൈസ ഇടിപ്പിച്ചതാ. അത് ഞങ്ങൾക്ക് തന്നെ അബദ്ധമായി പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓർത്തില്ല. ഇപ്പൊ എന്റെ ഫോണും കൂടെ എടുത്തില്ലായിരുന്നു, എന്റെ ഫോണിലും കൂടെ റീചാർജ് ചെയ്തില്ലായിരുന്നു, പണി പാടി പോയായിരുന്നു. ഞാൻ ഓർത്തില്ല ഈ ഫോണില് മറ്റേ എന്തുവാ ഗൂഗിൾ പേ ഇല്ലാത്താലും ഞാൻ ഓർത്തില്ലായിരുന്നു. അല്ല, ഗൂഗിൾ പേ ഇല്ല, നെറ്റ് ഇല്ലാത്താലും ഞാൻ ഓർത്തില്ലായിരുന്നു. ആ കടയിൽ ചെന്നപ്പോഴാണ് ആലോചിച്ചത്, അയ്യോ നെറ്റ് എവിടെ ഇല്ല, നെറ്റ് ഇല്ലല്ലേ ഫോണില്. എന്റെ ഫോണിൽ ഹോട്ട്സ്പോട്ട് കണക്ട് ചെയ്തപ്പോഴത്തേക്ക് നെറ്റ് കിട്ടുന്നില്ല. ഞങ്ങൾ വിചാരിച്ചു അടവെള്ളം പണി പാടേ. കറങ്ങി നിന്ന അതാ വീഡിയോ എടുത്തത്. ഇനി അങ്ങനെ ഇതായില്ലെങ്കിൽ ഫോൺ അവിടെ വെച്ചിട്ട് പോകേണ്ട അവസ്ഥ വന്നേരാ. അയ്യോ മറ്റേ ATM കാർഡ് എടുത്തില്ല. അതോട്ട് ഗൂഗിൾ പേ ഉള്ളവരൊക്കെ ശ്രദ്ധിക്കുക. ഇടയ്ക്ക് വെച്ച പണിയെല്ലാം ആദ്യമേ പൈസ അയച്ചു കൊടുത്തിട്ട് തിന്നാൻ നോക്കും എന്തായാലും. അല്ലെങ്കിൽ പണി അടിപൊളിയായിട്ട് പാളും. ഇതിപ്പോ ഡീസന്റ് മുക്ക്. യെസ്. ഇനി എവിടുന്ന് കുറച്ചും കൂടെ ഉള്ളു കൊല്ലത്തോട്ട് പോവാൻ. കൊല്ല എവിടാന്ന് പറയുന്നില്ലല്ലോ.
ഓക്കെ കൊല്ലത്തെവിടാന്ന് പറയുന്നില്ലല്ലോ, കൊല്ലത്തോട്ട് തന്നെ പോണത്, കൊല്ലത്തെവിടാന്ന് പറയുന്നില്ലല്ലോ. ഓക്കെ. കണ്ട ഈ റോഡിന്റെ അവസ്ഥയൊക്കെ കണ്ട, ഇതൊക്കെ ഇവിടുത്തെ അവസ്ഥകള്. ഭയങ്കര അപ്പുറത്തുള്ള ഇത്ര പണിയാ അങ്ങോട്ട് കറങ്ങി പോകണ്ടുള്ളതിനാ ഇത്രയും കിടന്ന് കറങ്ങുന്നത്. കറങ്ങുന്നുള്ളത്. നേരെ റോഡ് വെക്കാനുള്ള നമ്മൾ എത്ര 1 കിലോമീറ്റർ ആ അങ്ങാണ്ടായി ഇപ്പൊ. ഒരു കിലോമീറ്റർ കറങ്ങിയായിട്ട് അപ്പുറം പോകണ്ടുള്ളത്, നമുക്ക് അപ്പുറത്ത് ആ വഴി കൂടെ പോകണ്ടുള്ളത്. ഇത് ഇങ്ങനെ കിടന്ന് കറങ്ങി ചുറ്റി എന്റെ അമ്മോ 100 എണ്ണ അടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം തീരും. ആ രീതിയിലായി കറക്കണം. നമുക്ക് നമുക്ക് അപ്പുറത്തൂടെ പോകണ്ടുള്ള ഇങ്ങനെ ആ വഴി നമുക്ക് പോകണ്ടുള്ളത്. ഈ റോഡ് പണി വന്ന ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് ഈ യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ. എന്നിട്ട് റോഡ് ഇട്ട് ശരിയാക്കുന്നു അതുമില്ല. അത് ശരിയാക്കാതെ ഇങ്ങോട്ട് പൊളിച്ചിട്ടേക്ക് പോയി. എന്റെ ആൾക്കാരാണോ എന്തോ എന്റെ പൊന്നതാ. അല്ല ഇത്രയും പേരണ കറങ്ങി എപ്പുറം പോകണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോ വേറെ ഊട് വഴി എല്ലാം പിടിക്കുക, അതേ പറ്റും. ഇനി അല്ലാതെ ഇനി ഇവിടുന്ന് അങ്ങ് വരെ പോകണ്ട്. അതുകൊണ്ട് വേറെ വഴിയുണ്ട്. ഈ വഴിയേ പോണോ ഇനി നമ്മൾ വന്നത് എവിടെന്നാന്ന് കാണിച്ചു തരാം. നോക്കിക്കോ, തിരിച്ചു കാണിച്ചു കൊടുക്കും. വന്നത് തിരിച്ചു കാണിച്ചു കൊടുക്കും. ഉണ്ടോ നമ്മള് കുറുക്ക് വഴി കൂടെ പോവാ. ഈ മെയിൻ റോഡിൽ കൂടെ പോകുന്നതിനെക്കാട്ടി നല്ലത് അത് അതിനെക്കാട്ടി സൗകര്യമായിട്ട് കിടക്കുക. കുറുക്ക് എല്ലാം കണക്ക് തന്നെതാ. കണ്ടോ റോഡ് ഇത് ഇവിടെ അയത്തില് അയത്തില് എല്ലാം കണക്കായിട്ട് കിടക്കുക. അടിപൊളി റോഡൊക്കെ. എനിക്ക് തോന്നുന്നു ഈ വഴി ആ റോഡിനെക്കാട്ടി കൊള്ളാം. ഇത് കുറുക്ക് വഴി അതിനെ കൊണ്ട് നിർത്താം, കുഴപ്പമില്ല. മെയിൻ റോഡിൽ കൂടെ പോകണ്ട. ചേട്ടനല്ലേ എന്ന് ഇതിലേ പോകുന്നത്? എല്ലാ ദിവസവും ഈ വഴി തന്നെ വരുന്നത്. ഞാൻ ഈ കുറുക്ക് വഴിയെ കണ്ടുപിടിച്ചതിനെ കൊണ്ട് എനിക്ക് പിന്നെ കുഴപ്പമില്ല. ഞാൻ കുറുക്ക് വഴി കൂടെ റോഡൊക്കെ 4 വരി പാതയാക്കുമെന്ന് പറഞ്ഞിട്ട് എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്? അത് 4 വരി പാതയല്ല, അത് 6 വരി പാതയാ. ഒരു 2 കിടന്ന റോഡ് 4 മുറിച്ചു മാറ്റിയത്. ചാത്തന്നൂരൊക്കെ ഒന്ന് കാണണം. അത് ആ വഴി വരുന്നവര് ഒറ്റവട്ടേ വരുത്തുള്ളൂ. എനിക്ക് പിന്നെ ഇവിടെയുള്ള കുറുക്ക് വഴികൾ മൊത്തം കാണാപ്പാടം അതിനെ കൊണ്ട് പ്രശ്നമില്ല. അതിനെ കൊണ്ട് ഞാനേ ആ വഴി ഈ വഴി അത് ആരാ നമ്മൾ ഈ വഴി കൂടെ എല്ലാം നമ്മള് പോയിട്ടുണ്ട്. അതിനെ കൊണ്ട് തന്നെ പ്രശ്നമില്ല. വണ്ടികൾക്കൊക്കെ എന്തൊരു കിരികിരാന്നുള്ള സൗണ്ടാ. ഇതൊക്കെ നമ്മളെ സ്ഥലങ്ങളാ. ഇത് അയത്തിന് സ്കൂള് അങ്ങോട്ട് പോകണമായിരുന്നു. ഇത് നമ്മളല്ലാതെ തെക്കേക്കാവ് അമ്പലം. ഇതാണ്ട ഇവിടാണ് നമ്മളെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജനിച്ചു വളർന്ന സ്ഥലം ഇതാണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് നമ്മളെ വയല്, നമ്മള് ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുന്ന വയല്. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടു. അതുകൊണ്ടാ അവിടെയൊക്കെ ഇപ്പൊ വീടും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പം വയലൊക്കെ നശിച്ചോണ്ടിരിക്കുമല്ലേ. വീടും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പൊ കളിക്കാൻ സ്ഥലമില്ലാതായിരിക്കും. പിള്ളേരൊക്കെ ബാക്കിലൊക്കെ നികത്തുവാ. സോറി ഗായ്സ്, ഒരു കാര്യം, ഇവിടെ ഫുള്ള് കട്ടറാ. ഞാൻ എന്ത് ചെയ്യാനാ, ക്യാമറ കുലുങ്ങിക്കൊണ്ടിരിക്കുക. ഓക്കെ. അച്ഛൻ പറഞ്ഞേക്കുന്ന പൊറോട്ട, ബിരിയാണി ഹാഫ് ബിരിയാണി എത്തേട്ടാ. എന്താ വേടെ ഹോട്ടല് ഇമ്പാല ആയിട്ട് ചെറുതായിട്ടൊന്ന് കറങ്ങി. അത് കഴിഞ്ഞിട്ട് സർപ്രൈസ് ഉള്ള സ്ഥലത്തോട്ട് പോകുന്നുള്ളു. ഡാഡിയോട്ട് ഇങ്ങനെ കറക്കം തന്നെ, ഫുള്ള് കറക്കം. ഞാൻ വിചാരിച്ച സർപ്രൈസ് അച്ഛന്റെ അടുത്ത് സർപ്രൈസ് അല്ലല്ല. പിന്നെ ഞാനും അച്ഛനും കൂടെ വർക്ക്ഷോപ്പ് വരെ പോകും. ഞങ്ങൾ 3 പേരും കൂടെ. ഇപ്പൊ എത്ര മണി? നമ്മൾ ഇറങ്ങിയപ്പോ 11 മണി ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് തോന്നുന്നു 3 മണിയായിക്കാണ്. 3 മണി ആയിക്കാണ്. കാര്യം നമ്മള് ഫുഡ് കഴിക്കാൻ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി ഒരു കടയുടെ ഫ്രണ്ടിൽ നിന്ന് അച്ഛൻ അറിയാവുന്ന അച്ഛനാ ഫുഡ് വാങ്ങിച്ചു തന്നത്. ഫുഡൊക്കെ വാങ്ങിച്ചു തന്ന അച്ഛനാ. അതെ എല്ലാം അത് തന്നെ. അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ. അച്ഛനെ കാണുന്നതിന്റെ അന്നെല്ലാം വയറ് നിറച്ച് ഫുഡാ ഞങ്ങൾക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു കടയുടെ നിന്ന് ആറ്റപ്പുറം മുട്ടായിക്ക് വാങ്ങിച്ചു വന്ന് അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് കുറെ നേരം സംസാരിച്ച് അപ്പോഴത്തേക്ക് കടയിൽ ആള് വന്നു. ഞങ്ങൾ കടയിലോട്ട് പോവുകയാണ്. കടയെത്തി. ഹലോ ഗോയ്സ്. അപ്പൊ ചേട്ടൻ സർപ്രൈസ് തരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ സർപ്രൈസ് ആണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാണിച്ചെടുത്ത തിരിഞ്ഞ് ഞാൻ എടുക്കുന്ന സർപ്രൈസ് ശരിക്കും വിചാരിച്ച അച്ഛൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും. അച്ഛൻ്റെ അടുത്ത് പോയാൽ പിന്നെ പിള്ളേർ ചെലവാ. കാരണം ചാച്ച എല്ലാം വാങ്ങിച്ചു തരും. പക്ഷെ അതായിരിക്കും സർപ്രൈസ്. ഇവിടെ വന്നപ്പോഴാ മനസ്സിലായി ഇവിടെ പിന്നെ ഞാൻ വിചാരിച്ചു കൊല്ലത്ത് ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ വിചാരിച്ചു ബീച്ചിലായിരിക്കും. എന്നിട്ട് ഈ കള്ളൻ എന്നോട് പറയാം നമ്മള് ബീച്ചിലാ പോകുന്നത്. ഹെൽമെറ്റ് വെച്ചിട്ട് തല ഇവിടെ ചെന്നിടക്ക് മുറിഞ്ഞാണ്. സിന്ദൂരം ഇട്ടില്ലായിരുന്നല്ലോ. ഹെൽമെറ്റ് ഞാൻ ഇതിനു മുമ്പ് ഇടുന്ന സിന്ദൂരായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞത് ബീച്ചിൽ പോന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു ബീച്ചിലാണോ പോണേ? അപ്പൊ എനിക്ക് ബീച്ചിൽ എപ്പോഴും പോണേ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇവിടെ ഇതിന് മുമ്പ് എന്റെ ഫ്രണ്ട്സോ പാണ്ടിയായിരുന്നു. ആരൊക്കെ പാണ്ടി തന്നെ എന്റെ കൂട്ടുകാരുടെ അറ്റത്തായിരുന്നു. അവള് പോകാനാണ് തോന്നുന്നു. ഇട്ടേക്കുന്നുണ്ടായിരുന്നു. ഞാൻ വെച്ച് ഇവിടെ തീർന്നു കാണും, ക്രിസ്മസ് വരെ കാണത്തുള്ളത്. സർപ്രൈസ് ആയി. താങ്ക് യു സോ മച്ച്. ഓക്കെ, നമ്മളിപ്പോ 15 മിനിറ്റ് ഇരുന്ന് കേട്ടോ. 15 മിനിറ്റ് ഇരുന്നിട്ടാണ് ഇത് തുറന്നത്. ഗൂഗിൾ പേ ചെയ്താ മതി. നമ്മള് ഇവിടെ വന്നപ്പം 3:45. ശരിക്കും നമ്മള് രാവിലെ വരാൻ ഞാൻ കാര്യമായി. ഇവിടെ തുറന്നിട്ടില്ലായിരുന്നു. ഇവിടെ 4:05 തുറന്നെ.
3:45 3:40 വന്നു. നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വന്തവനികയും വസന്തവുമായി തിരയുതാ എൻ ഹൃദയമേ എന്തിരവുകൾ എന്റെ കൂടെ ഉണ്ടാവുമെന്നും ആ ജാക്ക് ജാക്ക് വേണ്ട തെക്കും വടക്കോട്ടൊക്കെ നോക്കുന്ന അതൊക്കെ അത്രേ ഉള്ളു. നീ വാ ക്രോസിന്റെ കീഴിൽ പോ. എവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടാ? ഇതാണ് കണ്ട ഷിപ്പിന്റെ സെറ്റപ്പ്. നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വന്തവനികയും വസന്തവുമായി തിരയുതാ എൻ ഹൃദയമേ എന്തിരവുകൾ എന്റെ കൂടെ ഉണ്ടാവുമെന്നും നീലശലഭമേ നീയണയുമോ എന്നരുമയായി എന്നരികിൽ സ്വന്തവനികയും വസന്തവുമായി തിരയുതാ എൻ ഹൃദയമേ എന്തിരവുകൾ പഴയ പരിപാടി തുടങ്ങി. കമ്മലി ഇവിടെയായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ കുഴപ്പം. കണ്ട എത്ര നേരമായിട്ട് നിൽക്കുന്ന അറിയാം. ഇവിടെ എല്ലാ കമ്മലും നോക്കി അവർക്ക് ഇഷ്ടമുള്ള കമ്മൽ നോക്കി എടുക്കുന്നത്. നോക്കട്ടെ എടുത്ത് ഏതോ ഒരു കമ്മലെടുത്ത് ഏതുണ്ട് ആ ഒന്ന് ഈ 2 കമ്മലിന് വേണ്ടിയിട്ട് ഇത്രയും നേരം വരെ എന്നെ അവിടെ നിർത്തിയിരുന്നത്. ഇനിയുണ്ട് നമ്മുടെ സാധനങ്ങൾ ഒരു കൊട്ട കൊണ്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാനെങ്കിലും വിടുക തന്നെ. കൊള്ളാം കൊള്ളാടി. ഇനി അടുത്തതായിട്ട് ചട്ടിയും കൊട്ടയൊക്കെ കിട്ടുന്ന സ്ഥലം കണ്ട ഓദിക്കുന്നു. വാങ്ങിച്ച് അവള് ആലുവ കൈ കച്ചി പിച്ചാത്തി ഷർട്ട് വാങ്ങി. അടുത്ത മോതിരം
ഇത് തലതിരിഞ്ഞുള്ളതാ തല. ആ കുഴപ്പമില്ല. സെറ്റിംഗ്സിൽ കുത്തി വെക്കണോ? സെറ്റിംഗ്സ് OTG रेडमी मॉडल ആ टूटा റെഡ്മി. रेडमी है ओके वीवो ओप्पो ये सेटिंग्स ले होती ഫാൻ ഓ നല്ല കാറ്റുണ്ട് കേട്ടാ. നല്ല കാര്യമുണ്ട്. കൊള്ളാം. ചാർജും പോകും ഫോണിന്റെ. ഒരു മോതിരം വാങ്ങിച്ച് ഇതൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഫാൻ കറക്കാം. നല്ല കാറ്റാ കേട്ടാ. അടുത്തടുത്തോട്ട് കയറിയിട്ടുണ്ട്. ആണ്ടാ ഇതാവുമ്പോ എനിക്ക് എന്റെ മോതിരത്തിന്റെ ഒപ്പം ഇടാലോ. വേണ്ട. പലതരം അച്ചാറുകളാ. പാവയ്ക്ക, മാങ്ങ, നമ്മള് സാധാരണ സോപ്പ് ഉപയോഗിച്ച് കുളിക്കുന്നതൊക്കെ തന്നെ കുളിക്കാൻ അലർജിക്ക് നമ്മൾ പുറത്തൊക്കെ പോയി ഒരു വായിക്ക് കൊള്ളാത്ത ഫുഡും ജ്യൂസും. നല്ല ടേസ്റ്റ് ഉണ്ട് ജ്യൂസിന് അല്ലേ? ജ്യൂസ്. ഇല്ല മരുന്നിന്റെ ഒരു ടേസ്റ്റ്, പക്ഷെ കുഴപ്പമില്ല. ഈ സാധനം കൊള്ളാം. മസാലപ്പൊരി അടിപൊളി. ആ ഇതിന്റെ അകത്ത് ഒഴിച്ച എന്താന്നറിയാവോ? സിറപ്പോ? സിറപ്പും 10 കിലോയും ഒഴിച്ച് കലക്കി തന്ന 60 രൂപ വാങ്ങിച്ചത് അമ്മമാര്. എടാ അത് കുടിച്ചൂടല്ലോ. അടുത്തത് വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചു. ഞാൻ തിന്ന് ചാവുക ഗൈസ്. വീഡിയോ കുടിയടി. റോസ് മിൽക്ക് കുടി. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് അവസാനിക്കുന്നത് താണ്ട് ഇവിടെ. പെട്ടില്ല അവിടെ. ആ അവിടെ നിന്നോ. അപ്പോ നമ്മൾ അവിടുന്ന് തിരിച്ച് ഇറങ്ങി. ഒരു കോലമായി. ക്ഷീണിച്ച്. അവിടെ കയറിയതിന് പകരം കിട്ടിയതാണ്. വീട്ടിൽ വന്നിട്ട് കാണിക്കാം. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചുമ്മാ വീട്ടിൽ ഇരുന്നായിരുന്നെങ്കിൽ ഇപ്പൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് താങ്ക് യു സോ മച്ച്. യു ആർ വെൽക്കം. ഇല്ല ഇതൊരു സന്തോഷല്ലേ, കുഴപ്പമില്ല. എന്തോ പറ്റി എന്തോ എന്റെ സുന്ദരേട്ടൻ ഇപ്പം എന്റെ സന്തോഷങ്ങൾക്ക് കുറച്ച് വില വെക്കുന്നുണ്ട്. ഓടും നമ്മളെ കൊണ്ടോ പറ്റുന്നില്ല. ഞാൻ എന്തായാലും കുഴപ്പമില്ല, കൊള്ളാം. നല്ല ഇഷ്ടപ്പെട്ടു. ബൈ ബൈ. ഇപ്പം തിരിച്ചു പോവുക വീട്ടിലോട്ട്. ഹലോ, അങ്ങനെ ഞങ്ങള് ചായ കുടിക്കാൻ ഇറങ്ങിയതാ. കാര്യം എന്തോ ഭയങ്കര തലവേന. രാവിലെ ഇറങ്ങിയതല്ലേ, അങ്ങനെ ഭയങ്കര തലവേന. സുന്ദരേട്ടൻ ചായ ഞങ്ങൾ ഇവിടെ വന്നാ കുടിച്ചത്. കടതു അവിടെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് കുടിച്ചു. എന്നിട്ട് സുന്ദരേട്ടൻ ഗ്ലാസും പൈസയും കൊണ്ട് കൊടുക്കാൻ ചായ കുടിച്ചു തരുന്നപ്പോ ഇടി 500 നോട്ടായിരിക്കുന്നത്. 2 ചായക്ക് അവര് വഴക്ക് പറയാൻ തോന്നുന്നത്. സുന്ദരേട്ടൻ എന്തോ നിക്കുന്നത്. സുന്ദരേട്ടൻ എന്തോ വരുന്നുണ്ട്. ചില്ലറ കിട്ടിയെന്ന് തോന്നുന്നു. മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് കിട്ടിയെന്നാണ് തോന്നുന്നത്. ചില്ലറ കിട്ടിയോ? ചില്ലറ കിട്ടിയോ? അയ്യോ ഭയങ്കര ഇരുട്ട്. ചില്ലറ കിട്ടിയോ? കിട്ടി മുണ്ട് കിട്ടി. ഓവർ ഭയങ്കര ഇരുട്ട്. കുറച്ചു നേരം ഹെൽമെറ്റ് ഉണ്ട്, അപ്പൊ തലവേന മാറും. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ മലക്കറി വാങ്ങിച്ചു ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നടന്നോ? പോകൂ സുന്ദരേട്ടാ പോകൂ.